നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരിമോഹൻ, ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കുന്ന കൺസൾട്ടൻ്റാണ്. ഒക്ടോബർ 14, 2023 വേൾഡ് പാലിയേറ്റീവ് ഡേ, ലോക പാലിയേറ്റീവ് കെയർ ദിനമാണ്. അതിനെക്കുറിച്ച് 4 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് പല രോഗങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള നമുക്കൊരു ഗുണം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. പക്ഷേ അവരും കുറക്കാലം ജീവിക്കുന്നുണ്ട് ഇന്നത്തെ മെഡിസിനെ കൊണ്ട്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടി അവർ പല സിംറ്റംസും ഉണ്ടാവും. ലൈക്ക് വേദന ഉണ്ടാവും, പിന്നെ മുറിവുകൾ, ബെഡ് സോഴ്സ് എന്നൊക്കെ പറയില്ലേ, പിന്നെ മലം യൂറിനൊക്കെ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടാവും, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അവർക്ക് ആവശ്യമുള്ള സാന്ത്വനം, അവരുടെ സോഷ്യൽ എക്കണോമിക് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, ഫാമിലിയിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ നോക്കി പോകും വേണം. സെയിം ടൈം നമ്മുടെ അധികം ചിലവില്ലാതെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും വേണം. അപ്പോൾ അങ്ങനെ ഒരു നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസത്തിൽ നമ്മൾ ഈ ലോകം മുഴുവനും ഉള്ള പാലിയേറ്റീവ് കെയർ ആയിട്ടുള്ള സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ കൂടുതലായിട്ട് അവർക്കുള്ള കമ്പാഷനേറ്റ് ആൻഡ് കെയർ, അതാണ് നാളത്തെ ഈ ദിവസത്തിൻ്റെ ഒരു പ്രിൻസിപ്പൽ. അപ്പോൾ അതിൽ നമ്മൾ ക്യാൻസർ പോലെ ഉള്ള രോഗങ്ങൾ മാത്രമല്ല, ക്യാൻസറിലും പല മാറ്റം വരുത്തുന്നുണ്ട്. പക്ഷെ അതിൽ വരാതെ ചില ഭാഗങ്ങളുള്ള ആൾക്കാർക്ക് പാലിയേറ്റീവ് കെയർ ആയിട്ട് കൊടുക്കാം. അതല്ലാതെയും നമുക്ക് ഈ നട്ടെല്ല് ഒടിഞ്ഞിട്ട് തളർവാദമുള്ള ആൾക്കാർ, സ്ട്രോക്കിൻ്റെ ആൾക്കാർ, മോട്ടോർ ന്യൂറോൺ ഡിസീസ്, അൽസീമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺ സിൻഡ്രോം, ഇങ്ങനെ പറഞ്ഞ പല ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒരു കിടപ്പിലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 14-ാം തീയതി നമ്മൾ ഈ ഒരു ഫീൽഡിൽ കൂടുതലായിട്ട് നമ്മൾ കൊല്ലം കൂടുന്നിടത്തോളം നമ്മൾ വർദ്ധിക്കുന്നുണ്ട്. നമ്മളുടെ OP പ്രാക്ടീസ് മാത്രമല്ല, ഹോം കെയർ ഉണ്ട്. ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ കുറേ പേഷ്യൻസിനും